റമദാൻ സ്പെഷ്യലായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് 2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇന്ന് അതാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊരു പ്ലേറ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്ലേ വെച്ചിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഡേറ്റ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബദാമും കാഷ്യൂസും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അരിക്കടുക്കയാണ്. അപ്പോൾ ഈ സംഭവം അതിൻ്റെ മുകളിലുള്ള ഒരു മാംസം അതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ടെസ്റ്ററൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നൈഫ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കായ്പോള ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു കാഷ്യൂവിൻ്റെ പീസും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 പീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലേറ്റിന് ആദ്യം ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കോപ്പർ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കോപ്പറിൻ്റെ ശരിക്കുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ലൈറ്റ് ഓറഞ്ച് കളർ കൊടുത്തത്. അപ്പോൾ ഏകദേശം നമുക്കൊരു ചെമ്പ് പ്ലേറ്റിൻ്റെ ഒക്കെ ഒരു കളർ കിട്ടും. പിന്നെ നമ്മൾ ഡേറ്റ്സിനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നട്ട്സിനൊക്കെ കളർ ചെയ്ത് കൊടുക്കാം. കാഷ്യൂസും അതുപോലെ തന്നെ ബദാമും ഒക്കെ കളർ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ലൈറ്റ് കളർ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഡാർക്ക് കളറൊക്കെ കൊടുത്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് നട്ട്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കല്ലുമ്മക്ക നിറച്ചതിന് കളർ ചെയ്ത് കൊടുക്കാം. ലൈറ്റ് കളർ ആദ്യം കൊടുത്തിട്ട് പിന്നെ ഡാർക്ക് ഷെയ്ഡുകളൊക്കെ നമ്മൾ കൊടുത്ത് ഏകദേശം നമ്മൾ ആ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സമൂസയ്ക്ക് കളർ ചെയ്ത് കൊടുക്കാം. അതും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കായ്പോളയ്ക്ക് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കായ്പോളയ്ക്ക് കളർ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലുള്ള നട്ട്സിനും അതുപോലെ തന്നെ ഉണക്കമുന്തിരിക്കൊക്കെ നമ്മൾ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ പെയിൻ്റൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിനകത്തൊന്ന് അറേഞ്ച് ചെയ്തിട്ടൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ വർക്ക് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയ ആർട്ട് വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.